2020 LP-UP പരീക്ഷകളെ അടിസ്ഥാനമാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാതിനിധ്യം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഇപ്പോഴത്തെ ഈ നമ്മുടെ LP-UP എക്സാമിന് കൂടുതലും 2017, 18 LDC പോലത്തെ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ച് കണ്ടത്. അപ്പോൾ നമുക്ക് അതുപോലെ വരുന്ന 2021 ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന LDCയുടെ പ്രിലിമിനറിക്കും കൂടുതൽ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവാൻ വളരെ സാധ്യത. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഏതെങ്കിലും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. പറയാൻ കാരണം, ഏത് PSCയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഒരു 50 GK ചോദിക്കണമെങ്കിൽ 30-35% ചോദ്യങ്ങളും അല്ലെങ്കിൽ 30-35ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് തന്നെയാണ് നമ്മളുടെ ഈ ഗാന്ധി PSC അക്കാദമിയുടെ യൂട്യൂബ് ക്ലാസ് എല്ലാം. ഉദാഹരണം, നമ്മളുടെ ഏകദേശം 50ഓളം വീഡിയോ യൂട്യൂബ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ് കണ്ട് നിങ്ങളുടെ LP-UPയുടെ എക്സാമിൻ്റെ എങ്ങനെയായിരുന്നു നോക്കും. ഉദാഹരണം, നമ്മൾ 17-ാം തീയതിയുള്ള നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇട്ടിരുന്നു. ആ ക്ലാസ്സിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളുടെ ഈ ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്ത പ്രവിശ്യയുടെ പേര് അത് എവിടെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അന്നുള്ള പത്രത്തിനകത്ത് ഒന്നായിരുന്നു നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖല, ഏതാണ് കറണ്ട് അഫയേഴ്സിനകത്ത് അവാർഡുകൾ, വ്യക്തികൾ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ റെഗുലറായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. കാരണം നമ്മൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ കൂടുതൽ വിശകലനം ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല ഗാന്ധി PSC അക്കാദമി നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ റെഗുലറായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓരോ എക്സാം കഴിയും തോറും ആ ഓരോ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടുന്ന മാർക്കുകളുടെ വ്യത്യാസം. കാരണം 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് കിട്ടും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് തന്നെയാണ് നമ്മളുടെ 90-80% ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർമ്മിക്കണം. ആലുവയിലെ സർവ്വമത സമ്മേളനമാണ്. ഓർമ്മിക്കണം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലുവയിലെ സർവ്വമത സമ്മേളനം. സമത്വ സമാജം സ്ഥാപിതമായ വർഷം ഓർമ്മിക്കണം. സമത്വ സമാജ രൂപം കൊണ്ട വർഷം 1836. സമത്വ സമാജ രൂപം കൊണ്ട വർഷം 1836. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന ബുക്സ് രചിച്ചതാണ് EMS നമ്പൂതിരിപ്പാട്. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന ബുക്സ് രചിച്ചതാണ് EMS നമ്പൂതിരിപ്പാട്. വയൽവാരം വീട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർമ്മിക്കണം. വയൽവാരം വീട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. ഓർമ്മിക്കണം, വയൽവാരം വീട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി അറുപ്പക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചതാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറയിൽ. ഓർമ്മിക്കണം, അല്ലെങ്കിൽ ചവറ കുര്യാക്കോസ് ഏലിയാസ്. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി അറുപ്പക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചതാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ. ലോകസഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതി വ്യക്തിയാരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. ലോകസഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതിയെ വ്യക്തിയാരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലറ്റ്. ആരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കൻ. ഓർമ്മിക്കണം, വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലറ്റ്. ആരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കൻ. അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൻ. ഓർമ്മിക്കണം, അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൻ. ലാറി ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? ജോർജിയ. ഓർമ്മിക്കണം, ലാറി ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? ജോർജിയ. ജപ്പാന്റെ പഴയ പേരെന്താണ്? നിപ്പൺ. ഓർമ്മിക്കണം, ജപ്പാന്റെ പഴയ പേര് നിപ്പൺ. ലോക മിതവ്യയ ദിനമെന്നാണ്? ഒക്ടോബർ 30. ഓർമ്മിക്കണം, ലോക മിതവ്യയ ദിനമെന്നാണ് ഒക്ടോബർ 30. വേദങ്ങൾ ആരുടെ സംഭാവന അല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണ്? ആര്യന്മാരുടേതാണ്. ഓർമ്മിക്കണം, വേദങ്ങൾ ആരുടെ സൃഷ്ടി അല്ലെങ്കിൽ ആരുടെ സംഭാവനയാണ്? ആര്യന്മാർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ. ICAR ഷോർട്ട് ഫോം എന്ന് പറയും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ ICAR സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹി. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വ്യക്തി ആരാണ്? അരുന്ധതി റോയ്. 1997. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ്. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഓർമ്മിക്കണം, കട്ടക്ക് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. പ്രധാനമന്ത്രിയായ ആദ്യ മുസ്ലിം വനിതയാണ്? ബേനസീർ ഭൂട്ടോ, പാകിസ്ഥാൻ. ഓർമ്മിക്കണം, പ്രധാനമന്ത്രിയായ ആദ്യ മുസ്ലിം വനിതയാണ് ബേനസീർ ഭൂട്ടോ. കിവീസ് അല്ലെങ്കിൽ കിവി എന്ന പക്ഷികൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ കിവീസിന്റെ ജന്മനാട് എവിടെയാണ്? ന്യൂസിലാൻഡാണ്. ഓർമ്മിക്കണം, കിവീസിന്റെ ജന്മനാട് എവിടെയാണ്? ന്യൂസിലാൻഡ്. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനം? പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ജീൻ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്? ഹർഗോവിന്ദ് ഖുരാന. ഓർമ്മിക്കണം, ജീൻ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖുരാന. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓർമ്മിക്കണം, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയതാരാണ്? കാൾ ആൻഡ് സ്റ്റെയ്നർ ആണ്. ഓർമ്മിക്കണം, രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയവരാണ് കാൾ ആൻഡ് സ്റ്റെയ്നർ.
ഇന്റർനെറ്റിന്റെ പിതാവാരാണ്? വിന്റർ സർഫ് അല്ലെങ്കിൽ വിൻസെന്റ് സർഫ്. ഓർമ്മിക്കണം, ഇന്റർനെറ്റിന്റെ പിതാവാരാണ് വിന്റർ സർഫ്. വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. ഓർമ്മിക്കണം, വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. മലബാർ ലഹള നടന്ന വർഷം 1921. ശസ്ത്രക്രിയയുടെ പിതാവാരാണ്? സുശ്രുതൻ. ഓർമ്മിക്കണം, ശസ്ത്രക്രിയയുടെ പിതാവാരാണ് സുശ്രുതൻ. വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു. ഏത് ഗണിതശാസ്ത്രജ്ഞന്റെ വാക്കുകളാണ്? പൈതഗോറസ്. ഓർമ്മിക്കണം, സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു ആരുടെ വാക്കുകളാണ്? പൈതഗോറസ്. ഏറ്റവും കുറഞ്ഞ ഊർജ്ജ നിലയുള്ള ഒരു മൂലകം ഏതാണ്? നിയോൺ ആണ്. ഏറ്റവും കുറഞ്ഞ ഊർജ്ജ നിലയുള്ള ഒരു മൂലകം ഏതാണ്? നിയോൺ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവ്വദിക്കിലും അവൻ ചങ്ങലയിലാണ് ആരുടെ വാക്കുകളാണ്? റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവ്വദിക്കിലും അവൻ ചങ്ങലയിലാണ് ആരുടെ വാക്കുകളാണ്? റൂസോ. മലയാറ്റൂറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? യന്ത്രം. പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാറുണ്ട്. യന്ത്രം എന്ന കൃതിക്ക് മലയാറ്റൂറിന് ഏത് അവാർഡാണ് കിട്ടിയത്? വയലാർ അവാർഡ്. കേരളത്തിലെ തനത് നൃത്തകല ഏതാണ്? മോഹിനിയാട്ടം. ഓർമ്മിക്കണം, കേരളത്തിലെ തനത് നൃത്തകല ഏതാണ്? മോഹിനിയാട്ടം. 2021 ഒളിമ്പിക്സ് നടക്കുന്നവിടെയാണ് ടോക്കിയോ. 2021 ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നവിടെയാണ് ടോക്കിയോ. ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. ഓർമ്മിക്കണം, ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി തീർന്ന വർഷം ഏതാണ്? അല്ലെങ്കിൽ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി തീർന്ന വർഷം 1912. നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നതാണ് ന്യൂഡൽഹി. കേപ്പ് കെന്നഡി എന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഫ്ലോറിഡ. ഓർമ്മിക്കണം, ഫ്ലോറിഡ അമേരിക്കയിലാണ്. കേപ്പ് കെന്നഡി എന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന? ഫ്ലോറിഡ. കട്ടക്കയം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരനാണ്? ചെറിയൻ മാപ്പിളയാണ്. ഓർമ്മിക്കണം, കട്ടക്കയം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരനാണ് ചെറിയൻ മാപ്പിള. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാരാണ്? PN പണിക്കർ. ഓർമ്മിക്കണം, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാരാണ്? PN പണിക്കർ. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? വാളയാർ, പാലക്കാട്. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? വാളയാർ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. ഓർമ്മിക്കണം, കടൽ തീരം കൂടുതൽ കണ്ണൂരാണെങ്കിലും നദികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് എവിടെയാണ്? ബ്രഹ്മപുരം. ഓർമ്മിക്കണം, ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റാണ് ബ്രഹ്മപുരം. ബ്രഹ്മപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. രണ്ടാമത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ഏതാണ്? നല്ലളോടെയാണ്, കോഴിക്കോട്. ആദ്യമായി പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയ സ്ഥലം എവിടെയാണ്? താമരശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യമായി പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയ സ്ഥലം എവിടെയാണ്? താമരശ്ശേരി. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ്? സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂരാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? നിലമ്പൂർ. സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്? ഹരോൾഡ് മാക്മില്ലൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹരോൾഡ് മാക്മില്ലൻ. വാട്സാപ്പ് ആക്ട് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനം? വാട്സാപ്പ് ആക്ട് ഓർമ്മിക്കണം, വാട്സാപ്പ് എവിടെയാണ്? പോളണ്ട്. വാട്സ ഏതിന്റെ തലസ്ഥാനമാണ്? അത് ഓർമ്മിക്കണം, പോളണ്ടാണ്. ദ ഗുഡ് എർത്ത് എന്ന ബുക്സ് രചിച്ചാണ്? പേളസ് ബക്കാണ്. ഓർമ്മിക്കണം, ദ ഗുഡ് എർത്ത് എന്ന ബുക്സ് രചിച്ചാണ്? പേളസ് ബക്ക്. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കമിട്ട നഗരം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കമിട്ട നഗരം ഏതാണ്? മുംബൈയാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ദാദാഭായ് നൗറോജി. ഓർമ്മിക്കണം, ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ദാദാഭായ് നൗറോജി. സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണം. ഓർമ്മിക്കണം, സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണം. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ്? സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. എ ഗിഫ്റ്റ് ടു മൊണോതീസ്റ്റ് എന്ന ബുക്സ് രചിച്ചാണ്? രാജാറാം മോഹൻ റോയ്. ഓർമ്മിക്കണം, എ ഗിഫ്റ്റ് ടു മൊണോതീസ്റ്റ് എന്ന ബുക്സ് രചിച്ചാണ്? രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതാണ്? റോബർട്ട് ക്ലൈവ്. ഓർമ്മിക്കണം, ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതാണ് റോബർട്ട് ക്ലൈവ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് മീററ്റ്, ഉത്തർപ്രദേശ്. ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത്? ഓർമ്മിക്കണം, 1911 ഡിസംബർ 12. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885. ഓർമ്മിക്കണം, INCയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911. ആരാണ് റദ്ദ് ചെയ്തത്? ഹാർഡിഞ്ച് സെക്കൻഡ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ സർവകലാശാല രൂപം കൊണ്ട വർഷം 1857. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ രൂപം കൊണ്ട വർഷം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? A.O. ഹ്യൂമൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? A.O. ഹ്യൂം. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ്? V.O. ചിദംബരം പിള്ളൈ. ഓർമ്മിക്കണം, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ്? V.O. ചിദംബരം പിള്ളൈ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ആരാണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ്? 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് മുന്നോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചാറാണ് ദാദാഭായ് നൗറോജി. ഓർമ്മിക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചാറാണ് ദാദാഭായ് നൗറോജി. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? സരോജിനി നായിഡു. ഓർമ്മിക്കണം, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഗുജറാത്തി ഭാഷയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഗുജറാത്തി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകൻ. ഓർമ്മിക്കണം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലകൻ. വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം രചിച്ചതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓർമ്മിക്കണം, വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം രചിച്ചതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓർമ്മിക്കണം, അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചാണ് മൗലാന അബുൽ കലാം ആസാദ്. കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്ന രാജാവാണ്? സൈനുൽ അബിദീൻ. ഓർമ്മിക്കണം, കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്ന രാജാവാണ്? സൈനുൽ അബിദീൻ. ടെന്നീസ് മത്സരം നടക്കുന്ന വിംബിൾഡൺ എവിടെയാണ്? ബ്രിട്ടനിലാണ്. ടെന്നീസ് മത്സരം നടക്കുന്ന വിംബിൾഡൺ എവിടെയാണ്? ബ്രിട്ടൻ. അഷ്ടാംഗ സംഗ്രഹം എന്ന ബുക്സ് രചിച്ചാണ് വാഗ്ഫഡ് ആനന്ദൻ. ഓർമ്മിക്കണം, അഷ്ടാംഗ സംഗ്രഹം എന്ന ബുക്സ് രചിച്ചാണ് വാഗ്ഫഡ് ആനന്ദൻ. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ് ആണ്. ഓർമ്മ, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയാണ് ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയാണ് ഇർവിൻ പ്രഭു. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് അല്ലെങ്കിൽ കനേഷുമാരി നടന്നത് എവിടെയാണ്? തിരുവിതാംകൂർ. അന്താരാഷ്ട്ര നാണയനിധിയിലെ IMFന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ഓർമ്മിക്കണം, IMFന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയാരാണ്? രാജ്കുമാരി അമൃത് കൗർ. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയാരാണ്? രാജ്കുമാരി അമൃത് കൗർ. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. ഓർമ്മിക്കണം, ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയതാണ് ഹരിസൻ. ഓർമ്മിക്കണം, അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയതാണ് ഹരിസേനൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓർമ്മിക്കണം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഓർമ്മിക്കണം, അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാരാണ്? BR കൃഷ്ണയ്യരാണ്. ഓർമ്മിക്കണം, കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാരാണ്? BR കൃഷ്ണയ്യർ. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനത്താണ്? ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ്. ഇബാദത്ത് ഖാന സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. ഓർമ്മിക്കണം, ഇബാദത്ത് ഖാന സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഫത്തേപൂർ സിക്രി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിൽ തർജ്ജമ ചെയ്താരാണ്? ഡോക്ടർ KS മണ്ണിലാലാണ്. ഓർമ്മിക്കണം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താരാണ്? ഡോക്ടർ KS മണിലാൽ. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ആദ്യകാല പേരാണ്? സലിം. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും, സലിം എന്നറിയപ്പെട്ട മുഗൾ രാജാവാണ് ജഹാംഗീർ. താജ്മഹലിന്റെ ശില്പിയാരാണ്? ഇറാൻകാരനായ ഉസ്താദീസ. ഓർമ്മിക്കണം, താജ്മഹലിന്റെ ശില്പിയാരാണ്? ഇറാൻകാരനായ ഉസ്താദീസ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ PTIയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഓർമ്മിക്കണം, PTIയിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഓർമ്മിക്കണം, PTIയുടെ ആസ്ഥാനം എവിടെയാണ്? ഓർമ്മിക്കണം, PTIയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യ വനിതയാരാണ്? കർണം മല്ലേശ്വരൻ. ഓർമ്മിക്കണം, കർണം മല്ലേശ്വരുടെ ഫീൽഡ് ഒരിക്കലും മറക്കരുത്, വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഭാരോദ്വഹനം. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാരാണ്? കർണം മല്ലേശ്വരി. മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയാക്കിയ വർഷം 1895. ഓർമ്മിക്കണം, മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയാക്കിയ വർഷം 1895. ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്തിനാണ്? മധ്യപ്രദേശ്. ഓർമ്മിക്കണം, സാഞ്ചി ഏത് സംസ്ഥാനം? മധ്യപ്രദേശ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓർമ്മിക്കണം അവാർഡ് നേടിയ മലയാള സിനിമ ഏതാണ്? എലിപ്പത്തയം. ഓർമ്മിക്കണം, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള സിനിമ ഏതാണ്? എലിപ്പത്തയം. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം മുഴക്കി ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഓർമ്മിക്കണം, പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം മുഴക്കി ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിന്റെ ജീവചരിത്രം എഴുതി തയ്യാറാക്കിയതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാരൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ്ണകാലം എന്നത് അറിയപ്പെടുന്നത് ആരുടെ കാലമാണ്? സ്വാതി തിരുനാളിൻ്റെയാണ്. ഓർമ്മിക്കണം, ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ്ണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. ശരീരത്തിലെ രക്തബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്. ഓർമ്മിക്കണം, ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹ. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ജിറാഫാണ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ജിറാഫ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. ഓർമ്മിക്കണം, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. 1907 INC സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് INC അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി. ഓർമ്മിക്കണം, റാഷ് ബിഹാരി ഘോഷ് ആണ്. ഓർമ്മിക്കണം, 1907 സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് INC അധ്യക്ഷൻ വെച്ചാണ് റാഷ് ബിഹാരി ഘോഷ്. കിസാൻ ഘട്ട് ആരുടെ സമാസനം? ഓർമ്മിക്കണം, കിസാൻ ഘട്ട് പറയുന്നത് ചരൺ സിംഗിന്റെ സമാസനോടെയാണ് കിസാൻ ഘട്ട്. ഓർമ്മിച്ച് വെച്ചോണ്ട് കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചരൺ സിംഗ്.
നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയതാരാണ്? IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയതാരാണ്? IC ചാക്കോ. SNDP യോഗത്തിൻ്റെ മുഖപത്രം ഏതാണ്? യോഗാനന്ദം. ഓർമ്മിക്കണം, SNDP യോഗത്തിൻ്റെ മുഖപത്രം ഏതാണ്? യോഗാനന്ദം. ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓർമ്മിക്കണം, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാഷായ വേഷം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികൾ. ഓർമ്മിക്കണം, കാഷായ വേഷം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികൾ. ലോകമാന്യൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്? കരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ലോകമാന്യൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്? കരൂർ നീലകണ്ഠൻ നമ്പൂതിരി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാണ്? ആഗമാനന്ദ സ്വാമി. ഓർമ്മിക്കണം, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാണ്? ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാണ്? ആഗമാനന്ദ സ്വാമി. ആദ്യമായി ഹോഷ ബഹിഷ്കരിച്ച, ഓർമ്മിക്കണം, ഹോഷ ബഹിഷ്കരിച്ച പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട അന്തർജന ഏതാണ്? പാർവതി മനഴിയൻ. ഓർമ്മിക്കണം, പാർവതി മനഴി. ആദ്യമായി ഹോഷ ബഹിഷ്കരിച്ച് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട അന്തർജനമാണ് പാർവതി മനഴി. ആദ്യമേ ഹോഷ ബഹിഷ്കരിച്ച് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട അന്തർജനമാണ് പാർവതി മനഴി. പാലിയം സത്യാഗ്രഹത്തിനിടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായ അന്തർജനമാണ് ആര്യപിള്ള. ഓർമ്മിക്കണം, പാലിയം സത്യാഗ്രഹത്തിനിടെ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമായ അന്തർജനമാണ് ആര്യപിള്ള. 1925 കോഴിക്കോട്ട് ബുദ്ധമത വിളിച്ചുകൂട്ടുകയും ബുദ്ധമത അനുയായിയായി മാറുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് മിതവാദി C കൃഷ്ണൻ. ഓർമ്മിക്കണം, 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടുകയും ബുദ്ധമത അനുയായിയായി മാറുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് മിതവാദി എന്നറിയപ്പെട്ട C കൃഷ്ണൻ. കൊച്ചി നിയമസഭയിൽ ആദ്യ വനിതാ അംഗമാരാണ്? തോട്ടക്കാട് മാധവിയമ്മ. ഓർമ്മിക്കണം, കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ അംഗമാരാണ് തോട്ടക്കാട് മാധവിയമ്മ. ആനി മസ്കറിന്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നതോടെയാണ് വഴുതക്കാട്. ഓർമ്മിക്കണം, ആനി മസ്കറിന്റെ വെങ്കല പ്രതിമ സ്ഥിതിയോടെയാണ് വഴുതക്കാട്. അക്കാമച്ചെറിയന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതോടെയാണ് വെള്ളയമ്പലം. ഓർമ്മിക്കണം, അക്കാമച്ചെറിയന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതോടെയാണ് വെള്ളയമ്പലം. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാരാണ്? ആനി മസ്കറിനാണ്. കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആനി മസ്കറിൻ. കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടവരാണ് ചട്ടമ്പി സ്വാമികളാണ്. കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടവരാണ് ചട്ടമ്പി സ്വാമികൾ. കടോര കൂടാരം എന്ന കൃതി രചിച്ചതാണ് സനാ ഉള്ള മക്തി തങ്ങളാണ്. ഓർമ്മിക്കണം, കടോര കൂടാരം എന്ന ബുക്സ് രചിച്ചതാണ് സനാ ഉള്ള മക്തി തങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? സ്വതന്ത്ര ഭാരതം. ഓർമ്മിക്കണം, സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? സ്വതന്ത്ര ഭാരതം. ഭഗവാൻ കാറൽ മാക്സ് എന്ന പ്രയോഗം ആരുടേതാണ്? ഓർമ്മിക്കണം, C കേശവൻ. ഭഗവാൻ കാറൽ മാക്സ് എന്ന പ്രയോഗം ആരുടേതാണ്? C കേശവൻ. പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ചേന്നമംഗലം, എറണാകുളം ജില്ല. ഓർമ്മിക്കണം, പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ചേന്നമംഗലം, എറണാകുളം ജില്ല. കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രം. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനം വിളംബരം പ്രഖ്യാപിച്ചതെന്നാണ്? 1948 ഏപ്രിൽ 14. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1948 ഏപ്രിൽ 14. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നതാണ് മക്തി തങ്ങൾ. ഓർമ്മിക്കണം, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നതാണ് മക്തി തങ്ങൾ. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ് കുറുമ്പൻ ദൈവത്തൻ. ഓർമ്മിക്കണം, പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ് കുറുമ്പൻ ദൈവത്തൻ. ഒരു ധീവര തരുണിയുടെ വിലാപം എന്ന ബുക്സ് രചിച്ചാണ് പണ്ഡിറ്റ് KP കാർപ്പൻ. ഒരു ധീവര തരുണിയുടെ വിലാപം എന്ന ബുക്സ് രചിച്ചാണ് പണ്ഡിറ്റ് KP കാർപ്പൻ. തോൽവിറക് സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് കാർത്തിയായനി അമ്മ. ഓർമ്മിക്കണം, തോൽവിറക് സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നതാണ് കാർത്തിയായനി അമ്മ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1931 നവംബർ 1. ഓർമ്മിക്കണം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1931 നവംബർ 1. ജാതി രാക്ഷസന്റെ വൈക്കോൽ പ്രതിമയുണ്ടാക്കി ദഹിപ്പിക്കുന്ന ജാതി രാക്ഷസ ദഹനം സംഘടിപ്പിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? സഹോദര സംഘം. ജാതി രാക്ഷസന്റെ വൈക്കോൽ പ്രതിമയുണ്ടാക്കി ദഹിപ്പിക്കുന്ന ജാതി രാക്ഷസ ദഹനം സംഘടിപ്പിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? സഹോദര സംഘം. ജാതി രാക്ഷസന്റെ വൈക്കോൽ പ്രതിമയുണ്ടാക്കി ദഹിപ്പിക്കുന്ന ജാതി രാക്ഷസ ദഹനം, ജാതി രാക്ഷസ ദഹനം സംഘടിപ്പിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്ന സഹോദര സംഘം. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന ഐക്യ കേരള പ്രതിജ്ഞയുടെ രചയിതാവാണ് NV കൃഷ്ണവാര്യർ. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന ഐക്യ കേരള പ്രതിജ്ഞയുടെ രചയിതാവാണ് NV കൃഷ്ണവാര്യർ. ജാതിക്കാരുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. അയിത്ത ജാതിക്കാരുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും
സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കൂ എന്ന വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? ആത്മോപദേശ ശതകം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കൂ എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്ന ഊരുട്ടമ്പല ലഹള നടന്ന വർഷം ഏതാണ്? 1915. നേതൃത്വം നൽകിയതാണ് അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെട്ട ഊരുട്ടമ്പല ലഹള നടന്ന വർഷം 1915. അതിന് നേതൃത്വം നൽകിയതാണ് അയ്യങ്കാളി. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടുള്ള ഏക മലയാളിയാണ് GP പിള്ള. ഓർമ്മിക്കണം, മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ദാരിദ്ര്യം മൂലം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ബാലിക ബാലന്മാരെ സഹായിക്കുന്നതിന് 1931 യാചനയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കാറുണ്ട്. യാചനയാത്ര എന്തിനു വേണ്ടിയായിരുന്നു? ദാരിദ്ര്യം മൂലം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ബാലിക ബാലന്മാരെ സഹായിക്കുന്നതിന് 1931 യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ജയ ജയ കോമള കേരളധരണി എന്ന ഗ്രന്ഥം രചിച്ചാണ് ബോധേശ്വരൻ. ഓർമ്മിക്കണം, ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചാണ് ബോധേശ്വരൻ. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ ബുക്സ് രചിച്ചാണ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ ബുക്സുകൾ രചിച്ചാണ് EMS നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകിയ വഹിച്ച വനിതയാണ് അക്കാമ ചെറിയൻ. ഓർമ്മിക്കണം, തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് അക്കാമ ചെറിയൻ. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ഓർമ്മിക്കണം, ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് സഹോദരൻ അയ്യപ്പൻ. ഓർമ്മിക്കണം, വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണം ഏതായിരുന്നു? വേലക്കാരൻ. ഓർമ്മിക്കണം, കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണം ഏതായിരുന്നു? വേലക്കാരൻ. നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ഏതാണ്? സഹോദരൻ. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ഏതാണ്? സഹോദരൻ. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര് ജീവശിഖ ജാഥ. ഓർമ്മിക്കണം, ജീവശിഖ ജാഥ. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര് ജീവശിഖ ജാഥ. കൽപ്പാത്തി ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേദബന്ധു. ഓർമ്മിക്കണം, കൽപ്പാത്തി ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേദബന്ധു. തോൽവിറക് സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. തോൽവിറക് സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. അയ്യങ്കാളി നയിച്ച കല്ലുമാല സമരം നടന്ന വർഷം 1915. അയ്യങ്കാളി നയിച്ച കല്ലുമാല സമരം നടന്ന വർഷം 1915. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ എന്ന വരികൾ ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ തീർപ്പിൻ എന്ന വരികളുടെ കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഐക്യ നാണയ സംഘം എന്ന പേരിൽ ബാങ്ക് ആരംഭിച്ച നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദൻ. ഐക്യ നാണയ സംഘം എന്ന പേരിൽ ബാങ്ക് ആരംഭിച്ച നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണികം. ഓർമ്മിക്കണം, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണികം. ഇൻഡിക എന്ന ബുക്സ് രചിച്ചാണ് മെഗസ്തനീസ്. ഓർമ്മിക്കണം, ഇൻഡിക എന്ന ബുക്സ് രചിച്ചാണ് മെഗസ്തനീസ്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. ഗ്രീൻവിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ മുന്നോട്ടാണ്. ഓർമ്മിക്കണം, ഗ്രീൻവിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ മുന്നോട്ട്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളാണ്? ഒക്ടോബർ, നവംബർ മാസം. ഓർമ്മിക്കണം, റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ, നവംബർ മാസം. ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം എത്രയാണ്? 5 ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം 5. ആഗോള ശിശുദിനം എന്നാണ് നവംബർ 20. ആഗോള ശിശുദിനം എന്നാണ് നവംബർ 20. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. സത്യമേവ ജയത എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഏത് ഉപനിഷത്താണ്? മുണ്ടക ഉപനിഷത്ത്. ഓർമ്മിക്കണം, സത്യമേവ ജയത എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നുമാണ്? മുണ്ടക ഉപനിഷത്ത്. കേരളത്തിൽ ഗവർണർ പദവിയിലിരുന്ന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാരാണ്? VV ഗിരി. കേരളത്തിൽ ഗവർണർ പദവി അലങ്കരിച്ചതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാരാണ്? VV ഗിരി. രാജ്യസഭയുടെ ചെയർമാൻ ആണോ? ഓർമ്മിക്കണം, രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ഓർമ്മിക്കണം, രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരാണ്? ഉപരാഷ്ട്രപതി. ആറ്റം ബോംബിന്റെ പിതാവാണ് റോബർട്ട് ഓപ്പൺ ഹെയ്മർ. ഓർമ്മിക്കണം, ആറ്റം ബോംബിന്റെ പിതാവാണ് റോബർട്ട് ഓപ്പൺ ഹെയ്മർ. ഏഷ്യൻ വികസന ബാങ്കിൽ ADB ഡാസനോടെയാണ് മനിലയാണ്. ഓർമ്മിക്കണം, ADB ഡാസനോടെയാണ് മനില. ഇംഗ്ലാസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പിയാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഓർമ്മിക്കണം, ഇംഗ്ലാസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പിയാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം. ദിന്നിലാഹി എന്ന മതം സ്ഥാപിച്ചതാരാണ്? അക്ബറാണ്. ഓർമ്മിക്കണം, ദിന്നിലാഹി എന്ന മതം സ്ഥാപിച്ച വർഷം 1582 ആരാണ് സ്ഥാപിച്ചത്? അക്ബർ.
ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖ. അൽമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ. ഓർമ്മിക്കണം, അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദി. കേരളത്തിൽ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരം. ഓർമ്മിക്കണം, കേരളത്തിൽ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരം. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥനാരാണ്? ഷഹിനായി മാണ്ടി. ഓർമ്മിക്കണം, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥനാരാണ്? ഷഹനായി മാണ്ടി. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉറുദു ആണ്. ഓർമ്മിക്കണം, ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉറുദു. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം. പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഓർമ്മിക്കണം, പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനത്തിന് രാജസ്ഥാൻ. ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. ഓർമ്മിക്കണം, കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജി. ഓർമ്മിക്കണം, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജി. തിരുക്കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയാരാണ്? ടി കെ നാരായണപിള്ള. ഓർമ്മിക്കണം, തിരുക്കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയാരാണ്? ടി കെ നാരായണപിള്ള. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നവിടെയാണ്? കോഴിക്കോട്. ഓർമ്മിക്കണം, പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ. 4 തവണയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ. ഗാന്ധിജി. ഓർമ്മയാണ്, ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ. 1917. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ. 1917. ടെന്നീസ് കോർട്ടിന്റെ നീളം എത്രയാണ്? 78 അടിയാണ്. ഓർമ്മിക്കണം, ടെന്നീസ് കോർട്ടിന്റെ നീളം എത്രയാണ്? 78 അടി. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തേഞ്ഞിപ്പാലം, മലപ്പുറം. ഓർമ്മിക്കണം, കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തേഞ്ഞിപ്പാലം, മലപ്പുറം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയാക്കി 1923 മാർച്ചിൽ കെ പി കേശവമേനോന്റെ ഉടമസ്ഥതയിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. ഓർമ്മിക്കണം, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃക അല്ലെങ്കിൽ യങ് ഇന്ത്യ പത്രം മാതൃകയാക്കി 1923 മാർച്ചിൽ കെ പി കേശവമേനോൻ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പത്രാധിപനാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പത്രാധിപനാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഫയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലെന്നൊരു നാടിന് എന്ന മുഖവാക്യം ഏത് പ്രസിദ്ധീകരണത്തിൻ്റെതായിരുന്നു? സ്വദേശാഭിമാനി. ഓർമ്മിക്കണം, ഫയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലെന്നൊരു നാടിന് എന്ന മുഖവാക്യം ഏത് പ്രസിദ്ധീകരണത്തിൻ്റെതായിരുന്നു? സ്വദേശാഭിമാനി. 1930 എ ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മിക്കണം, എ ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? കേസരിയാണ്. ഓർമ്മിക്കണം, 1930 എ ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. വിദേശ വാർത്തകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ പത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. വിദേശ വാർത്തകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ പത്രം ഏതാണ്? സ്വദേശാഭിമാനി പത്രമാണ്. എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിയാണ്? മുർക്കോത്ത് കുമാരൻ. ഓർമ്മിക്കണം, വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാണ് മുർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയിൽ നിന്നും എന്തിനെ പറ്റി ഉപദേശം നേടിയതാണ്? ചിന്മുദ്ര. ഓർമ്മിക്കണം, ചിന്മുദ്ര. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയിൽ നിന്നും എന്തിനെ പറ്റിയാണ് ഉപദേശം നേടിയത്? ചിന്മുദ്ര. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനുമായ ഒരു മഹാത്മാവിനെയും എങ്ങും കണ്ടിട്ടില്ല. ആരുടെ വാക്കുകളാണ്? രവീന്ദ്രനാഥ ടാഗോർ. വർഷം 1922 ടാഗോറും ഗുരുവുമായിട്ടുള്ള സന്ദർശനത്തിന് അനുബന്ധിച്ച് പറഞ്ഞതാണ്. ഓർമ്മിക്കണം, ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനായ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ആരുടെ വാക്കാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി ഇങ്ങനെ പറഞ്ഞതാണ് ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി ഇങ്ങനെ പറഞ്ഞതാണ് CF ആൻഡ്രൂസ്. അല്ലെങ്കിൽ ഓർമ്മിക്കണം, ദേശബന്ധു അല്ല, ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസ്. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ദർശനമാല. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ദർശനമാല. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചാണ് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചാണ് ജി ശങ്കരക്കുറുപ്പ്. 1904 SNDPയുടെ ആദ്യ സമ്മേളനം നടന്നവിടെയാണ് അരുവിപ്പുറത്ത് വെച്ച്. ഓർമ്മിക്കണം, 1904 SNDPയുടെ ആദ്യ സമ്മേളനം നടന്നവിടെയാണ് അരുവിപ്പുറം.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതാണ്? ബോംബെ സമാചാർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതാണ്? ബോംബെ സമാചാർ. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞനാണ് രാമസ്വാമി ദീക്ഷിതർ. ഓർമ്മിക്കണം, ഹംസധ്വനി എന്ന രാഗം കണ്ടുപിടിച്ച സംഗീത വിദ്വാനാണ് രാമസ്വാമി ദീക്ഷിതർ. കണ്ണകിയുടെ കഥയായ ചിലപ്പതികാരം രചിച്ചതാരാണ്? ഇളങ്കോ വടികൾ. ഓർമ്മിക്കണം, കണ്ണകിയുടെ കഥയായ ചിലപ്പതികാരം രചിച്ചതാണ് ഇളങ്കോ വടികൾ. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോർഡിയുടെ ചെയർമാനാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഓർമ്മിക്കണം, കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോർഡിയുടെ ചെയർമാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഗരംബാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ആസാം. ഗരംബാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ആസാം. മണികരൻ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഓർമ്മിക്കണം, മണികരൻ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ഓർമ്മിക്കണം, മണികരൻ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ലോക്പാൽ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാണ്? എല്ലാം സിഗ്വിയാണ്. ഓർമ്മിക്കണം, ലോക്പാൽ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാണ് എല്ലാം സിഗ്വി. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന ബുക്സ് രചിച്ചാണ് നിക്കോളാസ് കസാന്ത് സാക്കീസ്. ഓർമ്മിക്കണം, ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന ബുക്സ് രചിച്ചതാണ് നിക്കോളാസ് കസാന്ത് സാക്കീസ്. ഓർമ്മ, നിക്കോളാസ് കസാന്ത് സാക്കീസ്. ഇടുക്കി ജില്ലയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായി കാണപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ചീയപ്പാറ. ഓർമ്മിക്കണം, ചീയപ്പാറ എവിടെയാണ്? ഇടുക്കി ജില്ലയ്ക്കും നേര്യമംഗലത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? അത് ചീയപ്പാറയാണ്. ഓർമ്മിക്കണം, ഇടുക്കി ജില്ലയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായി കാണപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ചീയപ്പാറ. പരിസ്ഥിതി കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? ഓർമ്മിക്കണം, ഗ്രീൻ ട്രൈബ്യൂണലാണ്. ഓർമ്മിക്കണം, പരിസ്ഥിതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതോടെയാണ് ഗ്രീൻ ട്രൈബ്യൂണൽ. ലോക സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നവിടെയാണ്? ബ്രസീലാണ്. ലോക സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നവിടെയാണ്? ബ്രസീൽ. പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല ആരുടെ വാക്കിലാണ്? മഹാത്മാഗാന്ധി. ഓർമ്മിക്കണം, പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല ആരുടെ വാക്കിലാണ്? മഹാത്മാഗാന്ധി. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ്? ഓർമ്മിക്കണം, കാലിക്കട്ട് സർവകലാശാല. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ്? കാലിക്കട്ട് സർവകലാശാല. കർഷകർക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്നാണ്? 2004. കർഷകർക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ രൂപവൽക്കരിച്ചതെന്നാണ്? 2004. കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതോടെയാണ്? പാറോട്ടുകോണം. ഓർമ്മിക്കണം, കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതോടെയാണ്? പാറോട്ടുകോണം. സേവനാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. സേവനാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പൗരന്റെ ഏത് അവകാശത്തിന് സംരക്ഷിക്കാനാണ്? ഓർമ്മിക്കണം, സമത്വമാണ്. ഓർമ്മിക്കണം, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പൗരന്റെ ഏത് അവകാശം സംരക്ഷിക്കുന്നതാണ്? ഓർമ്മിക്കണം, സമത്വമാണ്. പ്രത്യേകിച്ച് ഓർമ്മിച്ചോണം, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പൗരന്റെ ഏത് അവകാശം സംരക്ഷിക്കാനാണ്? സമത്വം. സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ പുതിയ പേര്? സമുന്നതി. സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ പുതിയ പേരെന്താണ്? സമുന്നതി. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കുഞ്ഞിക്കോയ തങ്ങൾ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കുഞ്ഞിക്കോയ തങ്ങൾ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കുന്ന സമയത്ത് നൈസാം ആരായിരുന്നു? ഒസ്മാൻ അലി ഷാ. ഓർമ്മിക്കണം, ഒസ്മാൻ അലി ഷാ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കുന്ന സമയത്ത് നൈസാം ആരായിരുന്നു? ഒസ്മാൻ അലി ഷാ. നാട്ടുകൂട്ടം ഇളക്കം എന്ന സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാരാണ്? വേലുത്തമ്പി ദളവ. ഓർമ്മിക്കണം, നാട്ടുകൂട്ടം ഇളക്കം എന്ന സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാരാണ്? വേലുത്തമ്പി ദളവ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിക്ക് പറയപ്പെടുന്ന പേര് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിക്ക് പറയപ്പെടുന്ന പേര് ടിഷ്യൂ കൾച്ചർ. ലൂയിസ് ഫിലിപ്പ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. ഓർമ്മിക്കണം, ലൂയിസ് ഫിലിപ്പ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച പ്രശസ്ത കവിയാരാണ്? വയലാർ രാമവർമ്മ. ഓർമ്മിക്കണം, വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവിയാരാണ്? വയലാർ രാമവർമ്മ. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? മിഥുനം. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? മിഥുനം. കോടതി അലക്ഷ്യത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഓർമ്മിക്കണം, 6 മാസം. കോടതി അലക്ഷ്യത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? 6 മാസം. 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? കവനകൗമുദി. 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? കവനകൗമുദി. ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്രയാണ്? 13-14 ദിവസം. ഓർമ്മിക്കണം, ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എത്രയാണ്? 13-14 ദിവസം. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതാണ്? വയനാട്. ഓർമ്മിക്കണം, കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതാണ്? വയനാട് ജില്ല.
ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ലിയോനാർഡോ ഡാവിഞ്ചി എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഓർമ്മിക്കണം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ലിയോനാർഡോ ഡാവിഞ്ചി എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. പറയിപെറ്റ പന്തിരു കുലത്തെക്കുറിച്ചുള്ള പുസ്തകമേതാണ് ഐതിഹ്യമാല. ഓർമ്മിക്കണം, പറയിപെറ്റ പന്തിരു കുലത്തെക്കുറിച്ചുള്ള പുസ്തകമേതാണ് ഐതിഹ്യമാല. ഓർമ്മിക്കണം, ഐതിഹ്യമാല. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഓർമ്മിക്കണം, ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഓർമ്മിക്കണം, ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. സിഡുവും കുൻഹുവും നേതൃത്വം നൽകിയത് ഏത് സമരത്തിനാണ്? സന്തൽ. ഓർമ്മിക്കണം, സിഡുവും കുനുവും നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഏത് സമരവുമായി അല്ലെങ്കിൽ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സന്താൾ കലാപം. ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്കോസ്. ഓർമ്മിക്കണം, ജോസഫ് മേരി ജാക്കോഡ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ആരുടെ പേരാണ്? ജോസഫ് മേരി ജാക്കോഡ്. 1947 ജൂലൈ 25 സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചതാണ് ആർ സുഗതൻ. 1947 ജൂലൈ 25 സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചതാണ് ആർ സുഗതൻ. അർബുദാഞ്ചൽ എന്നറിയപ്പെടുന്ന മലനിര ഏതാണ്? ആരവല്ലി. ഓർമ്മിക്കണം, അർബുദാഞ്ചൽ എന്നറിയപ്പെട്ട മലനിര ഏതാണ്? ആരവല്ലി. ഒരിക്കലും മറക്കരുത്, അർബുദാഞ്ചൽ എന്നറിയപ്പെട്ട മലനിര ഏതാണ്? ആരവല്ലി. പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര ഏതാണ്? ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര ഏതാണ്? ഓസ്ട്രേലിയ. മോൻബ, അഗ, മിജി, നിഷിങ്, ഷർദൂപ്പൺ, അപ്പട്ടാണി ഏത് സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷകളാണ്? അരുണാചൽ പ്രദേശ്. ഓർമ്മിക്കുന്ന മോൻബ, അഗ, മിജി, നിഷിങ്, ഷർദൂപ്പൺ, അപ്പട്ടാണി ഏത് സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷകളാണ്? അരുണാചൽ പ്രദേശ്. അബ്സല്യൂട്ട് സീറോ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപം. ഓർമ്മിക്കണം, അബ്സല്യൂട്ട് സീറോ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപം. ബാലാവകാശങ്ങളെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം നടന്ന വർഷം 1989. ഓർമ്മിക്കണം, ബാലാവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം നടന്ന വർഷം 1989. എന്താണ് വേലക്കടം? കർഷക തൊഴിലാളികൾ ജമ്മിമാരോട് നെല്ലും പണവും മുൻകൂറായി വാങ്ങുന്നതിന് പറയപ്പെടുന്ന പേരാണ് വേലക്കടം. ഓർമ്മിക്കണം, കർഷക തൊഴിലാളികൾ ജമ്മിമാരോട് നെല്ലും പണവും മുൻകൂറായി വാങ്ങുന്നതിന് പറയപ്പെടുന്ന പേരാണ് വേലക്കടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഓർമ്മിക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാരം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ഓർമ്മിക്കണം, ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. റിട്ടുകൾ എത്രയാണ്? 5. ഓർമ്മിക്കണം, റിട്ടുകൾ എത്രയാണ്? 5. റിട്ടുകൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷോററി, കോവാറണ്ട്. ഓർമ്മിക്കണം, റിട്ടുകൾ എത്രയാണ്? 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷോററി, കോവാറണ്ടോ. ഓർമ്മിക്കണം, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷോററി ആൻഡ് കോവാറണ്ടോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാരാണ്? കോൺവാലിസ് പ്രഭു. ഓർമ്മിക്കണം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാരാണ്? കോൺവാലിസ് പ്രഭു. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓർമ്മിക്കണം, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷനാരാണ്? മോത്തിലാൽ നെഹ്റു. ഓർമ്മിക്കണം, നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷനാരാണ്? മോത്തിലാൽ നെഹ്റു. 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷം വെച്ചാണ് ജവഹർലാൽ നെഹ്റു. ഓർമ്മിക്കണം, 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷം വെച്ചതാണ് ജവഹർലാൽ നെഹ്റു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓർമ്മിക്കണം, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സാൻഡേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനിയാരാണ്? ഭഗത് സിംഗ്. സാൻഡേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനിയാരാണ്? ഭഗത് സിംഗ്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയാരാണ്? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയാരാണ്? ഇർവിൻ പ്രഭു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ഓർമ്മിക്കണം, ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസും ആദ്യ സെക്രട്ടറി ആരാണ്? മോത്തിലാൽ നെഹ്റു. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? മുഡിമാൻ കമ്മിറ്റി. ഓർമ്മിക്കണം, പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? മുഡിമാൻ കമ്മിറ്റി. മുഡിമാൻ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഓർമ്മിക്കണം, മുഡിമാൻ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. കേരളത്തിൽ ആദ്യമായി റേഡിയോ സർവീസ് ആരംഭിച്ച വർഷം 1943. എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി റേഡിയോ സർവീസ് ആരംഭിച്ചത് 1943 തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കൊച്ചി. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ച നഗരം അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ്? കൊച്ചി.
രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമൃത്സർ. ഓർമ്മിക്കണം, രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമൃത്സർ. ഓർമ്മിക്കണം, അമൃത്സർ എവിടെയാണ്? പഞ്ചാബ്. ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഷില്ലോങ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി എയർപോർട്ട് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി എയർപോർട്ട് എവിടെയാണ്? ഹൈദരാബാദ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. ഓർമ്മയുടെ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? പ്രേം മാഥൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? പ്രേം മാഥൂർ.